ജനിച്ചാൽ ഒരു നാൾ മരിക്കണം. അത് പ്രകൃതി നിയമമാണ്. എന്നാൽ മരണം നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു നാടുണ്ട്. ഗർഭിണികൾക്ക് പ്രസവിക്കാൻ അനുവാദമില്ലാത്ത, മരിക്കുന്നതും മൃതശരീരം ദഹിപ്പിക്കുന്നതും നിരോധിച്ചിരിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വിചിത്രമായ നാട്. ലോങ് ഇയർ ബൈൻ കേൾക്കുമ്പോൾ പ്രാചീന ഗോത്രവർഗ്ഗങ്ങൾക്കിടയിലുള്ള ആചാരമാണെന്ന് തോന്നിയേക്കാം. എന്നാൽ തികച്ചും ആധുനിക സമൂഹമായ ശാസ്ത്രീയ അടിത്തറയുടെ പിൻബലത്തിലാണ് ഇവിടെ മരണത്തിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ലോങ് ഇയർ ബൈനിൽ മരണം നിരോധിച്ചിരിക്കുന്നത്? എന്താണ് ഈ നിയമനത്തിന് അവർ മുന്നോട്ട് വയ്ക്കുന്ന ശാസ്ത്രീയവാദം? നോർവേ മെയിൻലാൻഡിനും ഉത്തരധ്രുവത്തിനുമിടയിൽ സ്വാൽബോർഡിലെ നോർവേജിയൻ ദ്വീപ സമൂഹത്തിൽ സ്ഥിതി ചെയ്യുന്ന നഗരമാണ് ലോങ് ഇയർ ബൈൻ. ഈ ഭൂമിയുടെ ഏറ്റവും വടക്കേയറ്റത്തുള്ള ജനവാസ കേന്ദ്രമെന്ന നിലയിലും ഇത് അറിയപ്പെടുന്നുണ്ട്. 53 രാജ്യങ്ങളിൽ നിന്നുള്ള 2400 ആളുകൾ ഇവിടെ അധിവസിക്കുന്നുണ്ടെന്നാണ് കണക്ക്. വ്യത്യസ്തമായ കാലാവസ്ഥയായതിനാൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരിടം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ പ്രശസ്തമാണ് ഈ നാട്. ഏപ്രിൽ 18 മുതൽ ഓഗസ്റ്റ് 23 വരെയുള്ള 127 ദിവസം അർദ്ധരാത്രിയിലും ഇവിടെ സൂര്യനെ കാണാം. ഒക്ടോബർ 27 മുതൽ ഫെബ്രുവരി 15 വരെയുള്ള 111 ദിവസങ്ങൾ ധ്രുവരാത്രികളാണ്. ഈ സമയത്ത് ഇരുട്ട് മാത്രമേ ഇവിടെ കാണാനാകൂ. പിന്നീടുള്ള മാസം മുഴുവനും നഗരം മൂടുന്ന മഞ്ഞാണ് ഇവിടെ. വേനൽക്കാലത്ത് പോലും ഇവിടുത്തെ ഐസ് പാളികൾ ഉരുകില്ല. അത്രത്തോളം ഉറഞ്ഞ മഞ്ഞാണ് ഇവിടെ. നോർത്തേൺ ലൈറ്റുകളാൽ പേരുകേട്ട ഇവിടേക്ക് ആ അപൂർവ കാഴ്ച കാണാനുള്ള സഞ്ചാരികളുടെ എണ്ണവും കുറവല്ല. നിരവധി പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഇവിടെ 40 കിലോമീറ്റർ റോഡുകൾ മാത്രമേ ഉള്ളൂ. ഭൂരിഭാഗം പബ്ബുകളും റെസ്റ്റോറന്റുകളും ഹോട്ടലുകളും സ്റ്റോറുകളും ഡൗൺ ടൗൺ ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1990 മുൻപ് ലോങ് ഇയർ ബൈൻ ഒരു സാധാരണ നഗരമായിരുന്നു. പിന്നീടാണ് ടൂറിസത്തിന് വഴി തുറന്നു നൽകിയത്. ഇവിടെ വസിക്കുന്ന ജനങ്ങൾ പാലിക്കേണ്ട നിയമത്തിലൊന്നാണ് മരണം നിരോധിച്ചിരിക്കുന്നു എന്നത്. എന്നാൽ അതിന് പിന്നിൽ വ്യക്തമായ കാരണമുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ മൃതദേഹം സംസ്കരിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. കാരണം ഇവിടുത്തെ താപനില -3 മുതൽ -20 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഈ കാലാവസ്ഥയിൽ മൃതശരീരം നശിച്ചു പോകില്ല. മണ്ണിൽ കുഴിച്ചിട്ടാലും ഒരു ആധുനിക ഫ്രീസറിൽ സൂക്ഷിക്കുന്ന പോലെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഒരു മാറ്റവും സംഭവിക്കാതെ കിടക്കും. പ്രശ്നം അവിടെയൊന്നും തീരുന്നില്ല. ശവശരീരങ്ങൾക്കൊപ്പം അവ പേർന്ന രോഗാണുക്കളും ഇത്തരത്തിൽ നശിക്കാതെ കിടക്കും. 1950കൾ വരെ ഇവിടെ ശവശരീരങ്ങൾ സംസ്കരിച്ചിരുന്നു. പിന്നീടാണ് ശരീരങ്ങൾ അഴുകുന്നില്ലെന്ന് തദ്ദേശീയർ കണ്ടെത്തുന്നത്. ശവശരീരങ്ങൾ പുറത്തെടുത്ത് പരിശോധിച്ചപ്പോഴാണ് മാരകമായ സ്പാനിഷ് ഫ്ലൂ പോലുള്ള രോഗാണുക്കളെ കണ്ടെത്തുന്നത്. 1918 സ്പാനിഷ് ഫ്ലൂ വന്ന് മരിച്ച ഖനിത്തൊഴിലാളികളുടെ മൃതദേഹങ്ങൾ പുറത്തെടുത്താണ് പരിശോധിച്ചത്. 3 പതിറ്റാണ്ടുകൾക്കിപ്പുറവും സ്പാനിഷ് ഫ്ലൂവിന്റെ സാന്നിധ്യം പകർച്ചവ്യാധി ഭീഷണിയും നേരിടാൻ തുടങ്ങി. ഇതേ തുടർന്ന് 1950കളിൽ ശ്മശാനങ്ങൾ മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്നത് ഒഴിവാക്കി. അതിനാൽ തദ്ദേശവാസികൾക്കാർക്കെങ്കിലും മാരകമായ രോഗം പിടിപെട്ടാൽ ആ പ്രദേശം വിട്ട് മറ്റെവിടെയെങ്കിലും മാറാൻ നിർബന്ധിതരായി. മരണത്തിന് നിയന്ത്രണങ്ങൾ ഉള്ളതുപോലെ ജനനത്തിനും ഇവിടെ നിയന്ത്രണങ്ങളുണ്ട്. പ്രസവത്തിന് ആവശ്യമായ സംവിധാനങ്ങളുള്ള ആശുപത്രികളില്ലാത്തതാണ് ഇതിന്റെ പ്രധാന കാരണം. പ്രദേശത്തെ ഗർഭിണികളായ സ്ത്രീകളെ നോർവേജിയയിലെ പ്രധാന നഗരങ്ങളിലേക്ക് മാസം തികയും മുൻപേ മാറ്റിപ്പാർപ്പിക്കും. ഇതിനായി സർക്കാർ സഹായവും ഉണ്ടാകും. ജനനത്തിനും മരണത്തിനും നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും ഈ പ്രദേശത്തിന്റെ വശ്യമായ ഭംഗി ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികളാണ് ഇന്നും ഇവിടെ എത്തുന്നത്.